Hello everybody. 2020 അക്കൗണ്ടൻസിയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇനി അനലൈസ് ചെയ്യാൻ പോകുന്നത്. അക്കൗണ്ടൻസിയിലെ പാർട്ട് 1 നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആൻഡ് പാർട്ണർഷിപ്പ് അക്കൗണ്ട്. ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ മാർക്ക് 1, 2, 3, 4, 5, 8. ഇതിന്റെ പാറ്റേൺ ഒക്കെ MCQ ഉണ്ടാവും, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, അതുപോലെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഇതെല്ലാം ഒരു മാർക്കിനായിരിക്കും. പിന്നെ ഷോർട്ട് ആൻസേഴ്സ് 2, 3 മാർക്കിന്റെ 4 മാർക്കിന്റെ എല്ലാം ഷോർട്ട് ആൻസേഴ്സ്, ദെൻ 5 മാർക്കിന്റെ 8 മാർക്കിന്റെ ലോങ് ആൻസേഴ്സ്. 2 മണിക്കൂറാണ് സമയമുള്ളത്. ടോട്ടൽ മാർക്സ് 60. അപ്പൊ നമുക്ക് 2020 മാർച്ചിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്യാം. പാർട്ട് എ അക്കൗണ്ടിങ്ങിന്റെ ഭാഗങ്ങൾ നോക്കാം. ഇതിലുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ് ഫ്രം 1 to 5. ഈച്ച് carries 1 score. ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, the amount received by the not-for-profit organization as per the will of a deceased person is called. അതായത് ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഒരു പൈസ റിസീവ് ചെയ്യുന്നുണ്ട് കുറച്ച്, അത് ഒരു മരിച്ച ആളുടെ വില്ലിനനുസരിച്ചാണെങ്കിൽ അതിന് പറയുന്ന പേരെന്താണെന്ന് ചോദിക്കുന്നത്. അപ്പൊ അതിന് നമുക്കറിയാം, അതിന് ലെഗസി എന്ന് പറയും. എന്ന് വെച്ചാൽ ഒരാളുടെ പാരമ്പര്യമായിട്ട് അയാളുടെ ഫണ്ട് അല്ല അയാളുടെ പൈസ നമ്മുടെ ഒരു ഓർഗനൈസേഷന് കിട്ടുന്നുണ്ടെങ്കിൽ അതിന് ലെഗസി എന്നാണ് പറയുന്നത്. Then at the time of dissolution of a firm, which of the following liability will be paid first? ഇപ്പൊ നമ്മൾ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് ഇതിൽ ഏത് ലയബിലിറ്റിയാണ് നമ്മൾ ആദ്യമായിട്ട് പേ ചെയ്യേണ്ടത്? അപ്പൊ അതിലുള്ളത് ഔട്ട്സ്റ്റാൻഡിങ് സാലറി ഓഫ് പാർട്ട്നേഴ്സ്, പേഴ്സണൽ ലോൺ, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ആൻഡ് സൺട്രി ക്രെഡിറ്റേഴ്സ്. അപ്പൊ ഇതിൽ നമ്മൾ സൺട്രി ക്രെഡിറ്റേഴ്സ്, അതായത് അവര് തേർഡ് പാർട്ടിയാണ്, പുറത്തുള്ള ആളുകളാണ്, അപ്പൊ അവർക്ക് കൊടുക്കേണ്ട പൈസയാണ് നമ്മൾ ആദ്യമായിട്ട് കൊടുത്ത് ഒഴിവാക്കേണ്ടത്. Then a partnership firm incurs a loss of 28,000 during the year 2018-19. ഇതിൽ പറയുന്നത് 28,000 രൂപ ഒരു ഫേമിന് നഷ്ടമുണ്ടായി. Which among the following is admissible to partners at the end of the year? ഈ ഇയറിന്റെ എൻഡിൽ ഇതിൽ ഏതാണ് പാർട്ട്നേഴ്സിന് കൊടുക്കാൻ പറ്റുന്ന എമൗണ്ട്? ലോസിലാണെങ്കിൽ ഒരിക്കലും ഈ ഫേമിന് ലാഭമായിട്ട് അവർക്കൊന്നും കിട്ടില്ല. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസിൽ ഏതാണ് അവർക്ക് കിട്ടാവുന്ന ഒരു എമൗണ്ട്? അപ്പോൾ ഫസ്റ്റ് വൺ, ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ലോൺ, ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ, കമ്മീഷൻ ടു പാർട്ട്നേഴ്സ് ആൻഡ് സാലറി ടു പാർട്ട്നേഴ്സ്. അപ്പൊ ഇതില് ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ, ഇപ്പൊ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റല് അവരെന്തായാലും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതിന് എന്തായാലും പൈസയും കൊടുക്കില്ല, ഐ മീൻ അതിനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പൊ ആ ഇൻട്രസ്റ്റ് മാത്രമാണ് പാർട്ട്നേഴ്സിന് ആ പീരീഡിന്റെ എൻഡിൽ അഡ്മിസിബിൾ ആയിട്ടുള്ളത്. നാലാമത്തെ ക്വസ്റ്റ്യൻ, goodwill brought in by the incoming partner in cash is credited to. So, ഈ ഒരു പുതിയ പാർട്ണർ ഗുഡ്വിൽ കൊണ്ടുവരാണെങ്കിൽ അത് എങ്ങോട്ടാണ് ക്രെഡിറ്റ് ചെയ്യുന്നത്? അപ്പൊ അതിന് തന്നിട്ടുള്ള ഓപ്ഷൻസ്, ഓൾഡ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻ സാക്രിഫൈസിംഗ് റേഷ്യോ, ഓൾഡ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻ ന്യൂ റേഷ്യോ, ന്യൂ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻ ഗെയിനിങ് റേഷ്യോ, ന്യൂ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻ ന്യൂ റേഷ്യോ. അപ്പൊ ഇതില് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് സാക്രിഫൈസ് ചെയ്യുന്നുണ്ട് പുതിയ വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പുതിയ വരുന്ന ആ പാർട്ട്ണറിന് വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്യും. സോ ഷുഡ് ബി സാക്രിഫൈസിങ് റേഷ്യോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഓൾഡ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് അവര് നടത്തിയിട്ടുള്ള സാക്രിഫൈസിന്റെ ആ ബേസിസിൽ അവർക്ക് കിട്ടണം. അപ്പം അത് ഫസ്റ്റ് ഓപ്ഷൻ ആണ് ഇതിൽ ശരിയായിട്ടുള്ളത്, ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻ സാക്രിഫൈസിംഗ് റേഷ്യോ. ദെൻ at the time of reconstitution of a firm, the value of building is found appreciated by 20%. What journal entry will be passed for above adjustment with regard to revaluation? For revaluation നടക്കുകയാണ്. അപ്പൊ ഇതിൽ പറയുന്നുണ്ട് 20% ബിൽഡിംഗ് കൂടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് റീവാലുവേഷന്റെ സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ സാധാരണ കേസിൽ ഇപ്പോൾ ഒരു ബിൽഡിങ്ങിന്റെ വാല്യൂ കൂടുക അല്ലെങ്കിൽ നമ്മുടെ അസറ്റിന്റെ വാല്യൂ കൂടുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ അസറ്റ് അക്കൗണ്ട് ഡെറ്റർ എന്നുള്ള രീതിയിൽ എഴുതും. അസറ്റ് ഡെറ്റർ ടു, ഇപ്പൊ പൈസ കൊടുത്തിട്ടാണെങ്കിൽ ക്യാഷ് എന്നെഴുതും. അപ്പൊ അതിന്റെ റെസ്പെക്റ്റീവ് എമൗണ്ടും നമ്മളിവിടെ കാണിക്കും. ഈ സിറ്റുവേഷനിൽ ഇത് വാലുവേഷൻ സംഭവിക്കുമ്പോൾ, റീവാലുവേഷൻ സംഭവിക്കുന്ന സമയത്ത് ഇതിന്റെ വാല്യൂ കൂടിയതാണ്. അപ്പോൾ അസറ്റിന്റെ വാല്യൂ കൂടുകയാണ് ചെയ്യുന്നത് അഗെയിൻ. അപ്പൊ അസറ്റ് ഡെറ്റർ, ഇവിടെ ബിൽഡിംഗ് ആണ് അസറ്റ് ആയിട്ട് വന്നിട്ട്, സോ ബിൽഡിംഗ് അക്കൗണ്ട് ഡെറ്റർ, ബിൽഡിംഗ് ഡെറ്റർ, കാരണം ബിൽഡിങ്ങിന്റെ വാല്യൂ കൂടുകയാണ്, അതൊരു അസറ്റ് ആയതുകൊണ്ട് തന്നെ അതിന്റെ വാല്യൂ കൂടുമ്പോൾ അതിനെ ഡെബിറ്റ് ചെയ്യണം. ടു എന്തിന്റെ ബേസിലാണ്? റീവാലുവേഷന്റെ ബേസിൽ നമ്മുടെ അസറ്റിന്റെ വാല്യൂ കൂടി. അപ്പോൾ അത് 20% വാട്ട് ഓവർ ബി ദ എമൗണ്ട് അത് നമ്മളിവിടെ കാണിക്കും.
സോ ഇതാണ് അതിന്റെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. Answer any 4 questions from 6 to 10. Each carries 2 scores. Shiva is a partner in United Tours and Travels. He withdraws 4,000 per month regularly in the middle of every month during the year 2019. The rate of interest on drawings is 8%. Calculate the interest on drawings for the year 2019. ഇവിടെ എല്ലാ മാസവും ശിവ 4,000 രൂപ വെച്ചിട്ട് വിഡ്രോ ചെയ്യുന്നുണ്ട്. അത് എല്ലാ മാസത്തിന്റെയും മിഡിലാണ് അയാൾ വിഡ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 8% ആണ്. അപ്പോൾ അവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത് എത്രയാണ് അയാൾ കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് ഉണ്ട്. ഇവിടെ വളരെ ഡയറക്റ്റ് ആണ് കാര്യങ്ങൾ. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡ്രോയിങ്സ് ഇൻറ്റു റേറ്റ് ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഐ മീൻ ഇൻറ്റു പീരീഡ്. അതായത് നമ്മൾ ഒരു മിഡിൽ ഓഫ് ദ പീരീഡിൽ നമ്മൾ വിഡ്രോ ചെയ്യുമ്പോൾ അതിനെ നമ്മൾ ഇപ്പൊ എല്ലാ മാസത്തിന്റെയും ജാനുവരി ടു ഫെബ്രുവരി ഇങ്ങനെ വെക്കുമ്പോൾ അതിന്റെ മിഡിൽ നമ്മൾ ഇവിടെ ഒരു വിഡ്രോവൽ ഇങ്ങനെ മാർച്ച് ഏപ്രിൽ, അപ്പൊ എല്ലാ മാസവും പകുതി വെച്ചിട്ടാണ് വിഡ്രോ ചെയ്യുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ 6/12 എന്നുള്ള രീതിയിലാണ് കൺസിഡർ ചെയ്യുന്നത്, അല്ലെങ്കിൽ 1/2 എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ വിഡ്രോവലിനെ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡ്രോയിങ്സ്, അപ്പൊ 4,000 ഡ്രോ ചെയ്തിട്ടുണ്ട് ടോട്ടൽ ഇൻറ്റു 12, that is equal to 48,000. ഇതിനെ നമ്മൾ 6/12 പീരീഡ് 6/12 ഇൻറ്റു റേറ്റ് എന്ന് പറഞ്ഞാൽ 8%. ഇതിൽ നമ്മൾ ചെയ്ത് നോക്കുകയാണ് വേണ്ടത്. സോ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമുക്ക് നോക്കാം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് ഈക്വൽ നമുക്കറിയാം ടോട്ടൽ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ ഇയാൾ എടുത്തിട്ടുള്ളത് 48,000 rupees ആണ്. ഇൻറ്റു 8% ഇൻറ്റു 6/12, that is equal to 4,000. 40 into 2. ഇതാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വരുന്നത്. അപ്പോൾ അയാൾ നടത്തിയിട്ടുള്ള ഡ്രോയിങ്സിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 1920 എന്ന വാല്യൂ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ the any 2 circumstances which need for valuation of goodwill in a partnership firm. അപ്പോൾ നമ്മൾ ഏതൊരു ഓർഗനൈസേഷനിലോ 2 സിറ്റുവേഷൻ, ഒരു ഗുഡ്വിൽ നമ്മൾ വാല്യൂ ചെയ്യേണ്ട 2 സിറ്റുവേഷൻ ആണ് നമ്മോട് ചോദിക്കുന്നത്. അപ്പൊ അത് റീകൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള പല പോയിന്റ്സും യൂഷ്വലി നമ്മൾ ഡിസ്കസ് ചെയ്യാറില്ല. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ ഇത് വരുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ പറയേണ്ടത് change in profit sharing ratio. പിന്നെ അടുത്തൊരു സിറ്റുവേഷൻ വരുന്നത് admission, then retirement, then death of a partner, retirement, admission of a partner, then amalgamation. 2 പാർട്ണർഷിപ്പ് ഫോംസ് നമ്മൾ ഒരുമിച്ച് ജോയിൻ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടാവും. ഈ സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് ഗുഡ്വില്ലിനെ നമ്മൾ വാല്യൂ ചെയ്യേണ്ടി വരും. സോ ഇതിൽ 2 സിറ്റുവേഷൻ നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്തു. ഇതിൽ 5 സിറ്റുവേഷൻസ് ഉണ്ട്. ഇതിൽ 2 സിറ്റുവേഷൻ നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. വൺ മോർ തിങ് ഈസ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം. ഫേം ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓണേഴ്സിന്റെ അല്ലെങ്കിൽ ഇതിന്റെ പാർട്ട്നേഴ്സിന്റെ വാല്യൂ എത്രയുണ്ട്, അവർക്ക് കിട്ടേണ്ട അഡ്ജസ്റ്റ്മെന്റ് അല്ലെങ്കിൽ അവരെ നമ്മൾ സെറ്റിൽ ചെയ്യേണ്ടതുണ്ട്. ആ സെറ്റിൽ ചെയ്യേണ്ട സമയത്ത് അവർക്ക് എത്രയാണ് ടോട്ടൽ വാല്യൂ വരേണ്ടത് എന്നുള്ളത് ഈ ഗുഡ്വിൽ കൂടി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. സോ ഗുഡ്വിൽ വിൽ ബി വാല്യൂഡ് അറ്റ് ദാറ്റ് ടൈം ഓൾസോ. ഇതിൽ 2 മാത്രം എക്സ്പ്ലെയിൻ ചെയ്യും. ഇത് നമ്മൾ 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Do you think that there is a need for the revaluation of assets and liabilities of firm on the retirement of a partner? Justify your answer. ഒരു പാർട്ണർ റിട്ടയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അസറ്റും ലയബിലിറ്റീസും റീവാല്യൂ ചെയ്യേണ്ടതുണ്ടോ? അതിന് എന്തായാലും ചെയ്യേണ്ടതുണ്ട്. അതിന്റെ റീസൺ എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ.
So what is the reason for that? To find out the appropriate share of retiring partner in the firm. എന്ന് വെച്ചാൽ ഒരു പാർട്ണർ ഫേമിന് പുറത്ത് പോകുമ്പോൾ ആ പാർട്ണറിന് എത്രത്തോളം ഈ ഫേമിൽ നിന്ന് പൈസ കിട്ടാനുണ്ട്, അല്ലെങ്കിൽ അസറ്റ് ആയിട്ട് കിട്ടാനുണ്ട്, അല്ലെങ്കിൽ അയാളുടെ ടോട്ടൽ വാല്യൂ എത്രയുണ്ട്, ആ വാല്യൂ എത്രയുണ്ടെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അസറ്റും ലയബിലിറ്റീസും നമ്മൾ റീവാല്യൂ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് യെസ്, അതൊരു യെസ് ആണ് ആൻസർ. കാരണം ക്വസ്റ്റ്യനിൽ ഡു യു എന്നാണ് ചോദിക്കുന്നത്, ആൻഡ് ജസ്റ്റിഫൈ യുവർ ആൻസർ. അപ്പൊ നമുക്കറിയാം അത് പോകുന്ന പാർട്ട്ണറുടെ അസറ്റിന്റെ വാല്യൂ അല്ലെങ്കിൽ അയാളുടെ ലയബിലിറ്റിയുടെ വാല്യൂ, അയാളുടെ ടോട്ടൽ ഷെയർ എത്രയുണ്ട് നമുക്ക് കണ്ടെത്തണം. Then show how the following items will appear in the financial statement of a not-for-profit organization. അപ്പോൾ ഇതിൽ ക്രിക്കറ്റ് മാച്ച് ഫണ്ട്, ക്രിക്കറ്റ് മാച്ച് എക്സ്പെൻസസ്, ഡൊണേഷൻ റിസീവ്ഡ് ഫോർ കണ്ടക്ടിംഗ് ദ ക്രിക്കറ്റ് മാച്ചസ്, സെയിൽ ഓഫ് ക്രിക്കറ്റ് മാച്ച് ടിക്കറ്റ്സ്. ഇവിടെ റെസീറ്റും പേയ്മെന്റ്സും. അപ്പോൾ എന്തായാലും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന റെസീറ്റും പേയ്മെന്റ് അക്കൗണ്ട് അല്ല, മറിച്ച് ബാലൻസ് ഷീറ്റിൽ ഈ ഐറ്റം എങ്ങനെയാണ് വരുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ നമുക്ക് നോക്കാം. ക്രിക്കറ്റ് മാച്ച് ഫണ്ട്, ക്രിക്കറ്റ് മാച്ച് ഫണ്ട് 40 ലക്ഷം രൂപ. ഇതിലേക്ക് ക്രിക്കറ്റ് മാച്ച് എക്സ്പെൻസ് ഉണ്ട്, അപ്പൊ ഇതിന് ചെലവായത് നമുക്ക് അതവിടെ വെക്കാം. ഡൊണേഷൻസ് റിസീവ്ഡ് നമുക്ക് അതെടുക്കാം. ഡൊണേഷൻസ് റിസീവ്ഡ് ഇതിന്റെ കൂടെ ആഡ് ചെയ്യേണ്ട ഐറ്റം, that is 12 lakh. Then sale of cricket match tickets, ആ നടക്കുന്ന സമയത്ത് മാച്ച് ടിക്കറ്റ്സ് വിറ്റത് 16 lakh. പിന്നെ ലെസ് ഇതിന് കുറയ്ക്കേണ്ടത് ക്രിക്കറ്റ് മാച്ച് എക്സ്പെൻസസ്, ക്രിക്കറ്റ് മാച്ച് എക്സ്പെൻസസ്, that is 23 lakh. ഇത്രയാണ് വാല്യൂ. അപ്പോൾ 50 plus 40 plus 12 52 plus 16 68 minus 48 45. അപ്പോൾ 45 lakhs ആണ് ഇനി ബാക്കിയായിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് എങ്ങനെ കൊണ്ടുവരാം? നമുക്ക് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നു. അസറ്റ് സൈഡ് ഉണ്ട്, ലയബിലിറ്റി സൈഡ് ഉണ്ട്. അസറ്റ് സൈഡ്, ലയബിലിറ്റി സൈഡ്. ലയബിലിറ്റി സൈഡിൽ ഈ ഫണ്ടുകളൊക്കെ നമ്മൾ ലയബിലിറ്റി സൈഡിലാണ് കാണിക്കുന്നത്. അപ്പോൾ ക്രിക്കറ്റ് മാച്ച് ഫണ്ട് 40 lakhs റിസീവ് ചെയ്തു. ദെൻ അതിലേക്ക് ഡൊണേഷൻസ്, ദെൻ ടിക്കറ്റ് വിറ്റത് 68,000 മൈനസ് ക്രിക്കറ്റ് മാച്ച് എക്സ്പെൻസ് 23, സോ 45,000. ഇതിൽ ഓരോ പോയിന്റ് നമ്മൾ എഴുതുന്നതിന് 1/2 മാർക്ക് വെച്ച് കിട്ടും. അങ്ങനെ 2 marks will be awarded for this question. ഇനി അടുത്തത് enumerate any 2 rights acquired by newly admitted partner. ഒരു ആളെ പുതിയതായിട്ട് അഡ്മിറ്റ് ചെയ്താൽ അയാൾക്ക് കിട്ടാവുന്ന 2 റൈറ്റ് നമ്മളെപ്പോഴും പറയുന്നതാണ്. he will get the right to the share of the assets of the firm and to the profits of the firm. നമുക്കറിയാം ഒരു ഗുഡ് വിൽ, അതിൻ്റെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പൊ ഗുഡ് വില്ല് നമ്മൾ വാല്യൂ ചെയ്തിട്ട് ഈ വരുന്ന ആള് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പാർട്ട്നേഴ്സിന് പൈസ കൊടുക്കുന്നുണ്ട്. അത് ആക്ച്വലി ഈ ഫേമിലുള്ള ഗുഡ് വില്ല് അയാൾ വാങ്ങുകയാണ്, ഗുഡ് വില്ലിന്റെ ഒരു ഷെയർ അയാൾ വാങ്ങുകയാണ് ചെയ്തത്. ദാറ്റ് മീൻസ് അസറ്റിന്റെ ഒരു ഷെയർ അയാൾ വാങ്ങണം. അതുപോലെ കണ്ടക്ട് ചെയ്യാൻ അയാൾ കൂടെ ഇനിയും പാർട്ടാവുന്നു, അതുകൊണ്ട് പ്രോഫിറ്റിൽ അയാൾക്ക് റൈറ്റ് ഉണ്ടാവും. സോ അസറ്റ് ആൻഡ് പ്രോഫിറ്റ്സ് ഇത് രണ്ടിലും ഇയാൾക്ക് ഷെയർ വരികയാണ് ചെയ്യുന്നത് ഈ ഒരു പാർട്ട്ണർ. Then next question. Answer any 3 questions from 11 to 14. Each carries 3 scores. അപ്പോൾ ഇനി നമ്മൾ 11 to 14, 11, 12, 13, 14 4 questions ഉണ്ടാവും. അതിൽ 3 എണ്ണം ആൻസർ ചെയ്യുന്നു. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Rajat is a partner in a firm. On 1st January 2017, his capital account balance was 2,20,000. As per the partnership agreement, a partner is entitled to 6% interest per annum on his capital. Rajat introduced additional capital 80,000 rupees on 1/7/2017 and withdrew 50,000 on 1/10/2017. Calculate the interest on capital for the year ending 31st December 2017. അപ്പോൾ 2017 ട്രാൻസാക്ഷൻസ് ആണ് ഇത്, അല്ലെങ്കിൽ അവിടെയുള്ള കുറെ സിറ്റുവേഷൻസ് ആണ് തന്നിട്ടുള്ളത്. അതിൽ വെച്ചിട്ട് നമ്മൾ അതിന്റെ ഇൻട്രസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് ജാനുവരി 1 ക്യാപിറ്റലിന്റെ വാല്യൂ. ജാനുവരി 1 ക്യാപിറ്റലിന്റെ വാല്യൂ നമുക്കറിയാം, ഇറ്റ് ഈസ് 2,20,000.
20,000. നമ്മളൊരു ക്യുമുലേറ്റീവ് ലെവലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അയാളുടെ വാല്യൂ 2 lakh അല്ലെങ്കിൽ ഓക്കെ അതങ്ങനെ നോക്കാം. ഇനി ജൂലൈ 1 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ജൂലൈ 1 അയാൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു 80,000 ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതൊരു ക്യുമുലേറ്റീവ് ലെവലിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് 2,20,000 ആണ് വാല്യൂ. രണ്ടാമത്തത് എത്തിയപ്പോൾ 3 lakh ആയി. ഇനി മൂന്നാമത്തെ സിറ്റുവേഷൻ ഓൺ ഒക്ടോബർ 1 ഹി വിഡ്രൂ 50,000. 50,000 അയാൾ വിഡ്രോ ചെയ്തു. അപ്പൊ അതിന്റെ ക്യുമുലേറ്റീവ് നോക്കുകയാണെങ്കിൽ 2,50,000. പിന്നെ ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഈ 2,20,000 ആദ്യത്തെ 2,20,000 6 മാസം കഴിഞ്ഞപ്പോൾ 3 lakh ആയി. അപ്പൊ ഇതിനെ നമ്മൾ 6 മാസത്തേക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഇൻട്രസ്റ്റിന്റെ റേറ്റ് എന്ന് പറയുന്നത് 6% ആണ്. ഇൻറ്റു 6%. രണ്ടാമത് 3 lakh എന്ന് പറഞ്ഞാൽ ഇവിടെ 3 മാസത്തേക്ക് 3 ലക്ഷം അവർ കൊണ്ടുപോയി. കാരണം ഒക്ടോബർ 1 വിഡ്രോ ചെയ്തു. സോ 3 മാസത്തേക്ക് അവര് 3 lakhനുള്ള ഇൻട്രസ്റ്റ് കൊടുക്കും. ദാറ്റ് ഈസ് 6,500. ദെൻ ലാസ്റ്റ് കേസിൽ 2,50,000. ഇത് ഒക്ടോബർ 1 മുതൽ ഡിസംബർ 31 വരെ 2,50,000. അപ്പോൾ 3/12 ഇൻറ്റു 6/100. അപ്പോൾ ഇത് പ്ലസ് ഇത് പ്ലസ് ഇത് ഇങ്ങനെ ഈ മൂന്നെണ്ണം കൂടി ആഡ് ചെയ്താൽ നമുക്ക് അവരുടെ ടോട്ടൽ ഇൻട്രസ്റ്റിന്റെ വാല്യൂ കിട്ടും. അത് നമുക്ക് നോക്കാം. 2,20,000 into 6/12 into 6/100. ഇവിടെ ഇതിന്റെ വാല്യൂസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റത്തെ ഈ 2,20,000 വരും. അതിന് നമ്മൾ ഇവിടെ 6,600 രൂപയാണ് വരുന്നത്. ഈക്വൽ ടു 4,500. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടും. ഒരു എക്സാമ്പിൾ 6 into 1,80,000. I mean sorry 18 വരും ഇവിടെ. 1,800 divided by 4 into 6/4 എന്ന് പറഞ്ഞാൽ that will become 4,500. Then here 2,50,000 into 3/12 into 6/100, that is 3,750. ഇവിടെ 2,20,000. So 3 into 2,200, that is 6,600. ഇവിടെ അതുപോലെ തന്നെ കാൽക്കുലേറ്റ് 300. Calculate, maybe we'll get 4,500. Then here we'll get 3 lakhs. So the total will be 14,850. ഇത് വേറൊരു മെത്തേഡ് കൂടെ ഉണ്ട്. പക്ഷെ ഇതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ്. അപ്പൊ ഇങ്ങനെ നമ്മൾ ചെയ്യാം. അപ്പൊ ആദ്യം നമ്മൾ എമൗണ്ട് എഴുതുക. എന്നിട്ട് അതിന്റെ ഓരോ സമയത്തും അയാൾ വിഡ്രോ ചെയ്തതും ആഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് നമ്മൾ എഴുതുക. എന്നിട്ട് ഇതിന്റെ ക്യുമുലേറ്റീവ് വാല്യൂസ് കാണാം. എന്നിട്ട് ഇത് ഈ വാല്യൂസ് എത്ര കാലം ആ ഫേമിൽ ആ വാല്യൂ ആയിട്ട് നിൽക്കുന്നത് നോക്കുക. അപ്പൊ ഇത് 6 മാസം, ഇത് 3 മാസം, ഇത് വീണ്ടും 3 മാസം. അപ്പൊ അത് 6/12, 3/12, 3/12 ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 6/100 നമ്മൾ ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ഈ വാല്യൂസ് കാൽക്കുലേറ്റർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ ദാറ്റ് ഈസ് അബൌട്ട് ദിസ് ക്വസ്റ്റ്യൻ. Now state any 3 differences between dissolution of partnership and dissolution of a firm. ഒരു പാർട്ണർഷിപ്പ് ഫോം ഒരു പാർട്ണർഷിപ്പും അതിന്റെയും ഡിസൊല്യൂഷൻ തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ നോക്കാം. So here dissolution of a partnership and the dissolution of a partnership firm. First one, the business is not terminated. Business is not terminated. നമ്മൾ പറയാം ഒരു റീകോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു സിറ്റുവേഷൻ നമുക്ക് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അല്ലെങ്കിൽ ഒരു പാർട്ണർ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഒന്നും ബിസിനസ് നിർത്തുന്നില്ല. അവർ ബിസിനസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു സ്ട്രക്ചറൽ ഡിഫറൻസ് മാത്രം ഉണ്ടാക്കുന്നത്. So that is dissolution of partnership. Now dissolution of a firm, here the business is closed. So ഇവിടെ it is not closed. Second case it is closed. Then assets and liabilities are revalued. ഒരു ആള് വരുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ റിട്ടയർ ചെയ്യുമ്പോൾ നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ അസറ്റ്സും ലയബിലിറ്റീസും റീവാല്യൂ ചെയ്യാനാണ്. ബട്ട് ഹിയർ വി ആർ സെല്ലിങ് ഇറ്റ്. നമ്മൾ അസറ്റ്സും ലയബിലിറ്റീസും സെല് ചെയ്തിട്ട്
and we are paying it off. അത് നമ്മൾ ബാക്കിയുള്ള പാർട്ട്നേഴ്സ് നമ്മളത് പേ ഓഫ് ചെയ്യാണ് ചെയ്യും. Then no court interference. ഇവിടെ കോടതി ഇടപെടാറില്ല. സാധാരണ കേസിൽ നമ്മൾ ഒരു അഡ്മിഷന്റെ സമയത്തോ റിട്ടയർമെന്റിന്റെ സമയത്തോ ഡെത്തിന്റെ സമയത്തോ കോടതി ഇടപെടില്ല. ബട്ട് ഹിയർ കോടതി മേ ഇന്റർവീൻ. ചില സിറ്റുവേഷനിൽ കോടതി ഇടപെട്ടിട്ട് അവരുടെ ബിസിനസ് നിർത്തിപ്പിക്കും. Then economic relationship between the partners continues. അപ്പോൾ പാർട്ട്നേഴ്സ് തമ്മിലുള്ള എക്കണോമിക് റിലേഷൻസ് കൊടുക്കൽ വാങ്ങലുകളൊക്കെ ഉണ്ട്. അപ്പൊ ആ റിലേഷൻഷിപ്പ് എല്ലാം ഒരു ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവും. പക്ഷേ it is terminated in the case of dissolution of a firm. Then books of accounts are not closed. Books of accounts എല്ലാം കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. പക്ഷെ രണ്ടാമത്തെ കേസിൽ books of accounts are closed. ഇനി dissolution of a partnership സംഭവിച്ചാൽ dissolution of dissolution of firm അവിടെ dissolution of firm സംഭവിച്ചോളണമെന്നില്ല. പക്ഷേ ഒരു ഫേം ഡിസോൾവ് ചെയ്യപ്പെട്ടാൽ ആ പാർട്ണർഷിപ്പും ഓട്ടോമാറ്റിക്കലി ഡിസോൾവ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. സോ ഇതിലേതെങ്കിലും 3 ഡിഫറൻസ് നിങ്ങൾ എഴുതിയാൽ ഇതിന്റെ മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നെക്സ്റ്റ് വൺ ഈസ് ദ പ്രോഫിറ്റ് ഫോർ ദ ലാസ്റ്റ് 5 years ഓഫ് എ ഫേം വർ ആസ് ഫോളോസ്. ഇതിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ വന്നിട്ട് അതിന്റെ ആൻസർ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അത് ഗുഡ്വിൽ കണ്ടെത്താനുള്ള ഒരു ക്വസ്റ്റ്യൻ. സോ ഇയർ തന്നിട്ടുണ്ട്, പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. Capital employed in the firm is 5 lakh. Calculate value of goodwill on the basis of 3 years purchase of super profit, assuming that the normal rate of return on the capital employed is 12%. So, ഇത്രയും ഇൻഫർമേഷൻ തന്നിട്ട് ഇതിൽ നിന്ന് നമ്മൾ ഈ ഫേമിന്റെ ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ഇതിന്റെ ആൻസർ സോൾവ്, ഇതിന്റെ ഈ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ഗുഡ്വിൽ ഇസ് ഈക്വൽ ടു സൂപ്പർ പ്രോഫിറ്റ് ഇൻടു നമ്പർ ഓഫ്, അല്ലെങ്കിൽ ഇവിടെ തന്നിട്ടുള്ളത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് 3 years of purchase. 3 years of purchase. ഇനി സൂപ്പർ പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു average profit minus nominal profit. അപ്പൊ ആവറേജ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നിട്ടുള്ള 5 വർഷത്തെ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ 2. ദാറ്റ് ഈസ് ആവറേജ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു 62,000 plus 58,000 plus 84,000 plus 78,000 plus 80,000. So ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ്. അപ്പൊ അതിന്റെ വാല്യൂ എത്ര നോക്കുകയാണെങ്കിൽ ഹോൾ ഡിവൈഡ് ബൈ 5. So 62 plus 58, so 120 plus 2,04,000, again 2,74, 2,82,000, then 3,62,000 divided by 5. That is equal to 72,400. ഇത്രയാണ് അതിന്റെ വാല്യൂ വരുന്നത്. സോ ആവറേജ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 72,400 ആണ്. Then now nominal profit is equal to capital employed into rate by 100. That is equal to capital employed 5 lakhs divided by into 12 by 100. That is equal to 60,000. Super profit is equal to AP minus NP. That is equal to 72,400 minus 60,000, which is equal to 12,400. Goodwill is equal to 3 years purchase. 3 into super profit
that is 12,400. That is equal to 37,200. So ഇവിടെ ഇതിന്റെ ഒരു റൂട്ട് നമുക്ക് നോക്കാം. Super profit into 3 years of purchase on goodwill. Super profit, average profit minus normal profit. What we will AP minus NP, that is this one. Then average profit we calculate added divided by 5. So that is 70,400 on average profit. Then nominal profit, capital employed into rate, that is 5 lakh into 12%, that is 60,000. So when we solve all these, we get the goodwill as 37,400. Now, list out the various adjustments required in the accounts of a firm on retirement of a partner. ഒരു പാർട്ണർ റിട്ടയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബുക്സിൽ വരുത്തേണ്ട പ്രധാനപ്പെട്ട ചില അഡ്ജസ്റ്റ്മെന്റ്സ് എന്തൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. Let's see. First one is ascertainment of new profit sharing ratio. രണ്ടാമത്തത് അതായത് ഇവിടെ നമ്മൾ പുതിയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. Then calculation of gaining ratio, ഓരോ പാർട്ണറിനും എത്ര ഗെയിൻ ചെയ്തു ഒരാൾ റിട്ടയർ ചെയ്യുന്ന സമയത്ത്. ഗുഡ്വില്ലിന്റെ വാല്യൂ കണ്ടെത്തിയിട്ട് അതിന്റെ അഡ്ജസ്റ്റ്മെന്റ്സ്, അസറ്റ് ആൻഡ് ലയബിലിറ്റി റീവാല്യൂ ചെയ്യുന്നു. പിന്നെ റിസർവ്സ് ആൻഡ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. അതായത് ബിസിനസ്സിൽ മുമ്പുണ്ടായിരുന്ന റിസർവ്സും അക്യുമുലേറ്റഡ് പ്രോഫിറ്റിലും ഈ പോകുന്ന ആൾക്ക് കൂടെ അവകാശമുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് നമ്മൾ സെറ്റിൽ ചെയ്യുന്നത്. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ് ടു ദ റിട്ടയർമെന്റ് ഓഫ് ദ ഡേറ്റ്. റിട്ടയർമെന്റ് ഡേറ്റ് ഇപ്പോൾ അയാൾ റിട്ടയർ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അയാൾ മരിക്കണം. മരിക്കുന്ന കേസിൽ ഇവിടെ റിട്ടയർമെന്റ് ആണെങ്കിൽ ഒരു വർഷത്തിന്റെ ഇടയിലൊക്കെ അയാൾ റിട്ടയർ ആണെങ്കിൽ അതുവരെയുള്ള പ്രോഫിറ്റ് എത്രയുണ്ട് എന്നുള്ളത് അസർട്ടൈൻ ചെയ്യാം. ദെൻ കാൽക്കുലേറ്റ് ദ ടോട്ടൽ എമൗണ്ട് ഡ്യൂ. അങ്ങനെ അതെല്ലാം നോക്കിയിട്ട് ഇയാൾക്ക് എത്ര കൊടുക്കണം എന്ന് നോക്കാം. ദെൻ സെറ്റിൽമെന്റ് ഓഫ് അക്കൗണ്ട്സ്, അയാളെ പിരിച്ചുവിടാൻ വേണ്ടിയിട്ട് അയാൾക്ക് പൈസ തിരിച്ചു കൊടുക്കുന്നു. ദെൻ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ക്യാപിറ്റൽ ഓഫ് കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ്. ഇനി അതിനുശേഷം കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സിന് അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ എത്ര എമൗണ്ട് അവർക്കുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ ഒന്ന് ഫൈനലൈസ് ചെയ്തിട്ട് ബിസിനസ് കണ്ടിന്യൂ ചെയ്യാം. ഇതാണ് അതിന്റെ രീതി. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു 6 എണ്ണം എഴുതിയാൽ ഇതിന്റെ ആൻസർ ക്ലിയർ ആവും. സോ ഏതൊക്കെ ഏരിയാസ് ആണ്, ഏതൊക്കെ മാറ്റേഴ്സ് ആണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ അതിൽ ഇങ്ങനെ 9 പോയിന്റ്സ് ഉണ്ട്. അതിൽ ഏതെങ്കിലും 6 എണ്ണം എഴുതിയാൽ മതി. നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 15 നോക്കാം. Following is the balance sheet of Lakshmi, Priya and Deepa, who share profits and losses equally. അപ്പോൾ ബാലൻസ് ഷീറ്റ് നമുക്ക് നോക്കാം. ഇവിടെ ക്രെഡിറ്റേഴ്സിന്റെ വാല്യൂ ഉണ്ട്. ക്രെഡിറ്റേഴ്സ് 12,000, റിസർവ് ഫണ്ട് 36,000, ദെൻ ക്യാപിറ്റൽ ഈക്വൽ ആണ്. എല്ലാവരും 29,200 ആണ് കോൺട്രിബ്യൂട്ട് അല്ലെ അവരുടെ ബാലൻസ്. Now cash at bank 26,600, sundry debtors 26,000, stock 18,000, fixed asset 65,000. Lakshmi died on 31st May 2017. According to the deed, her legal representatives are entitled to balance on capital account. അതായത് ഇവരുടെ ഈ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ വാല്യൂ, ദെൻ ഷെയർ ഓഫ് ഗുഡ്വിൽ, ഈ ഗുഡ്വില്ല് ഇവർക്കുള്ള ഷെയർ അണ്ടർ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, ദെൻ the share of profit up to the date of death based on last year's profit. So date of death ആണ് May 2017 എന്ന് വെച്ചാൽ മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ മെയ് 2 മാസത്തേക്കാണ് അവർ പിന്നീട് ഉണ്ടായിട്ടുള്ളൂ. സോ 2 months എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. Then interest on capital is 6%. Then the goodwill of the firm under average profit method is 42,000. ഇവിടെ തന്നിട്ടുണ്ട് നേരിട്ട് ഗുഡ്വില്ലിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 42,000. Then and the profit for the year 2016-17 is 21,600. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 21,600 ആണ്. അപ്പോൾ ഇവിടെ തേർഡ് പോയിന്റ് പറയുന്നത് ഷെയർ ഇൻ ദ പ്രോഫിറ്റ് അപ് ടു ദ ഡേറ്റ് ഓഫ് ഡെത്ത് ബേസ്ഡ് ഓൺ ലാസ്റ്റ് ഇയേഴ്സ് പ്രോഫിറ്റ്. അപ്പൊ കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് ഈ വർഷത്തെയും പ്രോഫിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് അവർക്ക് നമ്മൾ അവരുടെ ഷെയർ കൊടുക്കണം. സോ കാൽക്കുലേറ്റ് ദ എമൗണ്ട് പേയബിൾ ടു ലക്ഷ്മീസ് ലീഗൽ റെപ്രസെന്റേറ്റീവ്സ്. ഇത്രയും പോയിന്റ് വെച്ചിട്ട് നമ്മൾ ലക്ഷ്മിയുടെ ലീഗൽ റെപ്രസെന്റേറ്റീവിന് കൊടുക്കേണ്ട വാല്യൂ നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ അവരുടെ ക്യാപിറ്റൽ എത്രയുണ്ട് നോക്കാം. ക്യാപിറ്റൽ ബാലൻസ് ദാറ്റ് ഈസ് 29,200. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യണം കുറച്ച് വാല്യൂസ് നമ്മൾ ആഡ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് നോക്കാം. അവരുടെ ഷെയർ ഇൻ ദ പ്രോഫിറ്റ് അല്ലെങ്കിൽ റിസർവ്സ്
balance as per the share in profit അല്ലെങ്കിൽ undistributed profits ഉണ്ടാവും. അതായത് റിസർവ് ഫണ്ടിൽ ഇവിടെ 36,000 ഉണ്ട്. സി 36,000 നമ്മളിവിടെ നോക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. സോ ഷെയർ ഇൻ reserves, that is 36,000 into 1/3, that is 12,000. Then ഇനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഗുഡ്വില്ലിന്റെ ഒരു വാല്യൂ ആണ്. സോ ഗുഡ്വിൽ ആണ് 42,000 ആണ്. ദാറ്റ് ഇസ് ഡിവൈഡ് ബൈ 3. സോ ഗുഡ്വിൽ that is 42,000 into 1/3. That is 14,000. ഇനി അവർക്ക് കൊടുക്കാനുള്ളത് കഴിഞ്ഞ വർഷത്തെ ഈ 2 മാസത്തേക്കുള്ള പ്രോഫിറ്റിന്റെ ഷെയർ. സോ ലാസ്റ്റ് ഇയേഴ്സ് പ്രോഫിറ്റ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പറഞ്ഞു. സോ ഷെയർ ഇൻ പ്രോഫിറ്റ്, ദാറ്റ് ഈസ് കഴിഞ്ഞ വർഷത്തെന്ന് പറഞ്ഞാൽ 21,600 ആണ് അത്. സോ 21,600 into 2 months, 2/12 into 1/3. ഇത്രയാണുള്ളത്. അതെന്ന് പറഞ്ഞാൽ 1/6 വരും. ഇതെന്ന് പറഞ്ഞാൽ 3,600 divided by 3, that is 1,200. Then share in interest on capital. നമുക്ക് നോക്കാം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, അവരുടെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 29,200 into 6% into 2 മാസത്തേക്ക് 2/12 ഇങ്ങനെയാണ് വരാം. അപ്പൊ ഇവിടെ 292. സോ ഇത്രയും വാല്യൂസ് ആണ് നമ്മൾ ഈ മരിച്ച ലക്ഷ്മിയുടെ ലീഗൽ റെപ്രസെന്റേറ്റീവ്സിന് കൊടുക്കേണ്ടത്. സോ അതിന്റെ ടോട്ടൽ വാല്യൂ എന്ന് പറഞ്ഞാൽ 92 4 692. ഇത്രയും എമൗണ്ട് ആണ് ഇവരുടെ ലീഗൽ ഹെയറിന് ഈ ബിസിനസ് ഓർഗനൈസേഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ അതാണ് 15th ക്വസ്റ്റ്യൻ. ഇവിടെ നമ്മൾ നോക്കേണ്ടത് ക്യാപിറ്റൽ ബാലൻസ് എത്ര ഉണ്ടാവും നോക്കണം ആദ്യം. അതിന്റെ വാല്യൂ നമുക്കറിയാം. എന്നിട്ട് അതിലേക്ക് എന്തൊക്കെ ആഡ് ചെയ്യണം? അവരുടെ റിസർവ്സ് ഉള്ള ഷെയർ, ഗുഡ്വില്ലിന്റെ ഷെയർ, ദെൻ ഷെയർ ഇൻ പ്രോഫിറ്റ്, ദെൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇത്രയും ഐറ്റംസ് ആഡ് ചെയ്താൽ നമുക്ക് അവർക്ക് കൊടുക്കേണ്ട എമൗണ്ട് എത്രയാണോ അത് നമുക്ക് കിട്ടും. ഓക്കെ, 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Sati and Varsha are partners in a firm sharing profit and losses in the ratio of 3:1. 3:1 റേഷ്യോയിലാണ് ഇവര് ഷെയർ ചെയ്യുന്നത്. Their balance sheet as on 1st January 2019 was as follows: rent outstanding, creditors, general reserve, capital, then cash in hand, investment, stock, debtors, provisions, bad debts, provision for bad debts, then machinery, buildings. So Suma is admitted into the firm with 1/4 share in profits on the following terms. For all admit ചെയ്യുന്നു, അതിന് അവർ വെച്ച conditions. Market value of the investment are to be taken at 70,000. അപ്പൊ ഇവിടെ ഒരു റിവാലുവേഷന്റെ ലെവലിൽ നിന്ന് നോക്കുകയാണെങ്കിൽ റിവാലുവേഷൻ ഡെബിറ്റ് സൈഡ്, ക്രെഡിറ്റ് സൈഡ്. ഇപ്പൊ ഇതിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഐറ്റം മാർക്കറ്റ് വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആർ ടു ബി ടേക്കൺ ആസ് 70,000. ഇപ്പൊ ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ ഉള്ളത് ഇപ്പോ 60,000 ആണ്. അപ്പൊ നമ്മളവിടെ ഇൻവെസ്റ്റ്മെന്റിന് ഒരു 10,000 കൂടുതലായിട്ട് കാണിക്കുന്നത് റിവാലുവേഷൻ അക്കൗണ്ട്. ദെൻ ഇവിടെ ഈ സ്റ്റോക്ക് സെക്കൻഡ് ബിൽഡിംഗ്സ് വർ ഫൗണ്ട് അണ്ടർ വാല്യൂഡ് ബൈ 4,000. അപ്പോൾ ബിൽഡിംഗ്സ് 4,000 കുറഞ്ഞതായിട്ട് കാണിക്കുന്നു. അപ്പൊ അത് നമുക്ക് ഇവിടെ ബിൽഡിങ്സിനെ ഇത് 2 രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. അതായത് ബിൽഡിങ്സ് വർ ഫൗണ്ട് അണ്ടർ വാല്യൂഡ്, അതായത്
4000 കുറഞ്ഞതായിട്ട് കാണിച്ചു എന്ന് വെച്ചാൽ 4000 കൂടുതൽ ഉള്ളതാണ്, പക്ഷെ 4000 കുറഞ്ഞതായിട്ടാണ് കാണിച്ചത് എന്നാണ് പറയുന്നത്. അതൊരു രീതി. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ആ 4000 നമ്മൾ കൂടുതൽ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ബിൽഡിങ്സ് 4000 എന്നുള്ള രീതിയിൽ എഴുതാം. ഇനി ഈ ബിൽഡിങ്സിന് നമുക്ക് വേറെ രീതിയിൽ പറയാം, ബിൽഡിങ്സ് വർ ഫൗണ്ട് അണ്ടർ വാല്യൂഡ് ബൈ 4000. 4000 കുറഞ്ഞതായിട്ടാണ് അതിനെ കാണിക്കേണ്ടത് എന്നുള്ള രീതിയിൽ നമുക്ക് അതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് രണ്ട് രീതിയിൽ എഴുതിയാലും ആക്ച്വലി ഇവിടെ കറക്റ്റ് ആണ്. ദെൻ സ്റ്റോക്ക് ഈസ് റീവാല്യൂഡ് അറ്റ് 26. പക്ഷെ ഈ ബിൽഡിങ്സിനെ പറ്റി ഇങ്ങനെ പറയാം, ബിൽഡിങ്സ് ഡിപ്രീസിയേറ്റഡ് ബൈ 4000 എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല. അവിടെ നമ്മൾ ഈ ഡെബിറ്റ് സൈഡിൽ കാണിക്കാനേ പറ്റുള്ളൂ. പക്ഷെ ഇതിപ്പോ അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത്, ബിൽഡിംഗ് ഡിപ്രീസിയേറ്റഡ് എന്നല്ല പറഞ്ഞത്. പക്ഷെ ബിൽഡിംഗ് 4000 കണ്ട് കുറച്ചാണ് കാണിച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അത് രണ്ട് രീതിയിൽ അർത്ഥം വരാം. ആക്ച്വലി അത്ര കുറവുണ്ട് എന്നാണ് പറയേണ്ടത് ഒന്ന്, അല്ലെങ്കിൽ കുറവ് ഉള്ളതായിട്ട് കാണിച്ചു, ശരിക്കും അതിനേക്കാൾ വാല്യൂ ഉണ്ട് എന്നുള്ള രീതിയിൽ. ഇവിടെ ഇപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ കുറവായിട്ടാണ് കാണിച്ചിട്ടുള്ളത്, പക്ഷെ നമുക്ക് കുറച്ചും കൂടി ആ ബിൽഡിങ്സ് 4000 കൂടി കൂടുതൽ അതിന്റെ വാല്യൂ ഉണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ ഇവിടെ ട്രീറ്റ് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് റീവാലുവേഷൻ അക്കൗണ്ടിൽ നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്യും. ഇനി സ്റ്റോക്ക് ഈസ് റീവാല്യൂഡ് അറ്റ് 26,000. അപ്പൊ ഇവിടെ 24,000 ആണുള്ളത്. അപ്പൊ ഇവിടെ സ്റ്റോക്കിന്റെ വാല്യൂ നമ്മൾ കൂട്ടാം, 2000 വെച്ച് നമ്മൾ സ്റ്റോക്കിന്റെ വാല്യൂ ഇവിടെ കൂട്ടിയിട്ടുണ്ട്. നൗ creditors, it was found that creditors included a sum of 3,000 which was not to be paid. നമ്മൾ അടക്കേണ്ടതല്ലാത്ത 3000 രൂപ ക്രെഡിറ്റേഴ്സിലുണ്ട്. അപ്പോൾ ലയബിലിറ്റി കുറയാണ്. അപ്പോൾ അഗെയിൻ റിവാലുവേഷൻ അക്കൗണ്ടിൽ ലയബിലിറ്റി കുറയുമ്പോൾ ലയബിലിറ്റി ഡെറ്റർ ടു റിവാലുവേഷൻ ആണ് വരിക. ഇവിടെ നമ്മൾ ക്രെഡിറ്റേഴ്സ് എന്ന് എഴുതിയിട്ട് 3,000 rupees കമ്മിറ്റ്മെന്റ്. ഇനി it was found that machine is depreciated by 10%. ഇവിടെ machine depreciated by 10%. മെഷീന്റെ വാല്യൂ നമുക്കറിയാം 30,000 ആണ്. സോ 3,000 കുറഞ്ഞതായിട്ട് കാണിക്കും, 3,000. ദെൻ അപ്പൊ ഇത്രയും ആണ് നമ്മുടെ അസറ്റിലും ലയബിലിറ്റിയിലും വന്നിട്ടുള്ള ചേഞ്ചസ്. ഇതിന്റെ വാല്യൂ നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഇതിന്റെ വാല്യൂസ് നോക്കാം. 10,000 plus 4,000, that is 14 plus 2 16, 16 plus 3 is equal to 19,000. ഇവിടെ 3,000. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഇതിന്റെ ഒരു ലാഭം ഉണ്ടായിട്ടുണ്ട്, റിവാലുവേഷൻ പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ ഇവിടെ കാണിക്കുന്നു. എന്ന് വെച്ചാല് ഈ രണ്ടാളുകളുടെ ക്യാപിറ്റലിലേക്ക് നമ്മൾ അതിനെ കൊടുക്കും. ക്യാപിറ്റൽ ഓഫ് സതി 3:1 ആണ്. അപ്പോൾ ഇതിൽ വന്നിട്ടുള്ള ബാലൻസ് എന്ന് പറഞ്ഞാൽ 16,000 ആണ്. അപ്പോൾ 16,000 എന്ന് പറഞ്ഞാൽ 3:1, അത് 12,000 ആൻഡ് 3,000 ആയിട്ട് നമ്മൾ ഇവിടെ കാണിക്കും. 4,000 ആയിട്ട് കാണിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്യേണ്ടതുണ്ടാവും. അപ്പോൾ ഇവിടെ സി റീവാലുവേഷനിൽ ഇൻവെസ്റ്റ്മെന്റ് 10,000 കൂടെ കൂടിയിട്ടുണ്ട്, സ്റ്റോക്ക് 2,000 അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ. ക്രെഡിറ്റേഴ്സ് കുറഞ്ഞു, ദെൻ ബില്ലിങ് കൂടി 4,000. മെഷീനറി കുറഞ്ഞു, ക്യാപിറ്റൽ അതായത് ബാക്കിയുള്ള ലാഭം ഇവിടെ തന്നിട്ടില്ല. ബിൽഡിങ്സ് 4,000 ഡെബിറ്റഡ് ടു റിവാലുവേഷൻ അക്കൗണ്ട് മേ ഓൾസോ ബി കൺസിഡർഡ് ആസ് റൈറ്റ് ആൻസർ. അതായത് ഇതിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചോദിച്ച രീതിയാണ് ഇവിടെ വിഷയം. ബിൽഡിങ്സ് വർ ഫൗണ്ട് അണ്ടർ വാല്യൂഡ് ബൈ 4,000. ഇവിടെ നമുക്ക് ഓക്കെ ബിൽഡിങ്സ് അണ്ടർ വാല്യൂഡ് ആണ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. എന്ന് വെച്ചാൽ കുറച്ചും കൂടി വാല്യൂ അതിന് കൊടുക്കേണ്ടതുണ്ട് എന്നൊരു അർത്ഥം അതിന്. രണ്ടാമത് ബിൽഡിങ്സ് കുറയ്ക്കേണ്ടതാണ് എന്നുള്ളൊരു അർത്ഥമുണ്ട്. അപ്പൊ ഈ രണ്ടർത്ഥം നമുക്ക് അതിന് എടുക്കാൻ പറ്റുന്നതുകൊണ്ട് രണ്ട് രീതിയിൽ നമുക്ക് അതിനെ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ രീതിയിൽ വന്നപ്പോൾ ബിൽഡിങ്സ് ഈ സൈഡിൽ വന്നു, ഈ രണ്ടാമത്തെ രീതിയിൽ ചെയ്യുമ്പോൾ ഇവിടെ വരും ബിൽഡിങ്സ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ 19,000 ഒരു 4,000 കുറയും, അത് 15,000 ആവും. 15ഉം ഇവിടെയും 15 ആവും. ഓക്കെ, അപ്പൊ 15 പിന്നെ ഇത് നമ്മൾ 11,000 കുറയ്ക്കേണ്ടതുണ്ടാവും. സോ പ്രോഫിറ്റ് പിന്നെയും കുറയുന്നു, പ്രോഫിറ്റ് ബിക്കം 8,000 ആവും. 19,000 minus that value will be no. നമുക്കത് വേണമെങ്കിൽ ഇത് നോക്കാം. ഇവിടെ ഇപ്പൊ 19,000 ഉള്ളത്, ഇവിടുത്തെ ഈ 4,000 ബില്ലിംഗ് നമ്മൾ ഇവിടെ കൊടുക്കുമ്പോൾ ഈ 19,000 ഉള്ളത് 15,000 ആവും, ഇവിടെയും 15,000. പിന്നെ ഇവിടെയുള്ള ഈ 3,000ലേക്ക് നമ്മൾ ആഡ് ചെയ്യും. 3,000 പ്ലസ് ആ ബില്ലിങ്ങിന്റെ 4,000 നമ്മൾ ഇവിടെ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ 7,000. ഓക്കെ, 7,000 ഇവിടെ ടോട്ടൽ വാല്യൂ വരുന്നു. അപ്പൊ പ്രോഫിറ്റ് ആയിട്ട് വരുന്നത് 8,000 rupees ആയിരുന്നു.
ഈ 8,000 ആയിരിക്കും നമ്മൾ ഈ രണ്ടാളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. അതായത് സതിയും വർഷയും ഈ രണ്ടാളിലേക്ക് നമ്മൾ ഇവിടെ 16,000 ഡിവൈഡ് ചെയ്തതിന് പകരം ഇവിടെ ഈ 16,000 ഡിവൈഡ് ചെയ്തതിന് പകരം ദാറ്റ് ബിക്കം 8,000 എന്ന് വെച്ചാൽ അപ്പോൾ അത് 6,000 2,000 ആയി മാറും. അപ്പോൾ ഇതിന്റെ ഒരു ലോജിക്ക് നമുക്ക് മനസ്സിലായി എന്നാണ് തോന്നുന്നത്. യൂഷ്വൽ കേസിൽ നമ്മൾ അസറ്റിന്റെ വാല്യൂ കൂടുകയാണെങ്കിൽ റീവാലുവേഷനിൽ നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്യും. അസറ്റിന്റെ റീവാലുവേഷൻ അക്കൗണ്ടിൽ നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്യും. ദെൻ അക്കൗണ്ടിന്റെ വാല്യൂ കുറയുകയാണെങ്കിൽ നമ്മൾ നേരെ തിരിച്ചും ചെയ്യാണ് ചെയ്യുന്നത്. റീവാലുവേഷൻ അക്കൗണ്ടിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ ഒരു പക്ഷെ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ ദ ബിൽഡിംഗ്സ് വർ ഫൗണ്ട് അണ്ടർ വാല്യൂഡ് ബൈ 4,000 അത് രണ്ട് രീതിയിലും നമുക്ക് അതിനെ പെർസീവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് രണ്ട് രീതിയിൽ ആൻസർ, അതിൽ എങ്ങനെ ആൻസർ ചെയ്താലും ആൻസർ കറക്റ്റ് ആയിരിക്കും. ഓക്കെ, നമ്മൾ 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് എനി 5 ഡിഫറൻസസ് ബിറ്റ്വീൻ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് ആൻഡ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ഏരിയയാണ്, നമുക്ക് നോക്കാം. എനി 5 ഡിഫറൻസസ്. അപ്പൊ അതിൽ കൂടുതൽ ഡിഫറൻസസ് നമുക്ക് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും 5 നമ്മൾ അറ്റൻഡ് ചെയ്താൽ മതിയോ? So the differences. First, receipt and payments account. This is similar to cash book. ഇതിൽ പറയുന്നത് സിമിലർ ടു ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ നമ്മൾ റെസീറ്റ് ആൻഡ് പേയ്മെന്റ്സിൽ ക്യാഷ് റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം ഇവിടെ നമ്മൾ റെക്കോർഡ് ചെയ്യും. സിമിലർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ ക്യാഷ് ബുക്കിൽ ഒരു ആക്ച്വൽ ബേസിസിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്തിരുന്നത്. പക്ഷേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ അക്രൂഡ് ബേസിസിലാണ്. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഒരു പ്രത്യേകതയാണ്. Then starts with opening balance. ഒരു ക്യാഷിന്റെ ഓപ്പണിംഗ് ബാലൻസ് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹിയർ നോ സച്ച് ബാലൻസസ് ആർ ദർ. Then receipt and debit side and receipt on debit side and payments on credit side. ഇവിടെ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഉണ്ട്. ഇവിടെ ഡെബിറ്റ് സൈഡിൽ റെസീറ്റും ക്രെഡിറ്റ് സൈഡിൽ പേയ്മെന്റ്സ് ഉള്ളത്. എന്നാൽ എക്സ്പെൻസസ് ആർ ഓൺ ദ ഡെബിറ്റ് സൈഡ് ആൻഡ് ഇൻകംസ് ഓൺ ദ ക്രെഡിറ്റ് സൈഡ്. അതാണ് അതിന്റെ ഒരു മൂന്നാമത്തെ ഡിഫറൻസസ്. Then non-cash expenses not included. ഇപ്പൊ നമുക്കറിയാം ഡിപ്രീസിയേഷൻ എല്ലാം നോൺ ക്യാഷ് എക്സ്പെൻസ് ആണ്. അത് പൈസ നമ്മുടെ ഇന്ന് പുറത്തേക്ക് പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ നമ്മൾ കാണിക്കുന്നില്ല. പക്ഷെ ഇങ്ങനെയുള്ള ഐറ്റം ഡിപ്രീസിയേഷൻ നോൺ ക്യാഷ് എക്സ്പെൻസസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. Then all receipts and payments whether capital or revenue are included. ഏത് ടൈപ്പ് ആയിട്ടുള്ള റെസീറ്റും പേയ്മെന്റ്സും ഏത് തരത്തിലുള്ള ഏത് നേച്ചറിലുള്ളതാണെങ്കിലും റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യും. ഓൺലി റവന്യൂ ഇൻകം ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ് ആർ ഷോൺ ഇൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അപ്പോൾ അതൊരു വലിയ ഡിഫറൻസ് ആണ്. ക്യാപിറ്റൽ നേച്ചറുള്ളതും റവന്യൂ നേച്ചറുള്ളതും റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുമെങ്കിലും ഇവിടെ റവന്യൂ നേച്ചറുള്ളത് മാത്രമേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യൂ. ദെൻ ക്ലോസിംഗ് ബാലൻസിൽ അത് നമ്മൾ ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് എന്നുള്ള പേരിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. ഇവിടെ ക്ലോസിംഗ് ബാലൻസ് സർപ്ലസ് ഓർ ഡെഫിസിറ്റ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അതായത് നമ്മൾ ലോസ് ഓർ പ്രോഫിറ്റിന് പകരം ഇവിടെ നമ്മൾ ഡെഫിസിറ്റ് ഓർ സർപ്ലസ് എന്നുള്ള ടേം യൂസ് ചെയ്യും. ദെൻ പ്രിപ്പയർഡ് ഓൺ ക്യാഷ് ബേസിസ്. ക്യാഷ് ബേസിസിലാണ് ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആണെങ്കിൽ അക്രൂവൽ ബേസിസിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം ഇതിൽ കൂടുതലും ഡിഫറൻസസ് നമുക്ക് അവൈലബിൾ ആണ്. ഏതെങ്കിലും 5 പോയിന്റ്സ് എഴുതിയാൽ തന്നെ നിങ്ങളുടെ ആൻസർ ശരിയായിരിക്കും. Now let's move to the 18th question. Following is the receipts and payments account of Madras Sports Club for the year ending 31st March 2019. 2019 31st March end ചെയ്യുന്ന പീരീഡിലാണ്. സോ അതിന്റെ ഓപ്പണിംഗ് പീരീഡ് എന്ന് പറഞ്ഞാൽ 1st April 2018 ആയിരിക്കും അതിന്റെ ഓപ്പണിംഗ് പീരീഡ്. ഇവിടെ ക്ലോസിംഗ് പീരീഡ് ആണ് തന്നിട്ടുള്ളത്, ക്ലോസിംഗ് ഡേറ്റ് ആണ് തന്നിട്ടുള്ളത്. സോ ലെറ്റ്സ് സീ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്തൊക്കെയാണുള്ളത്. സാലറി പേയ്മെന്റിൽ സാലറി, പ്രിന്റിംഗ്, സ്റ്റേഷനറി, സ്പോർട്സ് എക്സ്പെൻസസ്, ഇലക്ട്രിസിറ്റി ചാർജസ്, റെന്റ്, എന്റർടൈൻമെന്റ് എക്സ്പെൻസസ്. ഇൻവെസ്റ്റ്മെന്റ് എന്ന് വെച്ചാൽ ഇൻവെസ്റ്റ്മെന്റ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ പേയ്മെന്റ് ആയിട്ട് നടത്തിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നീട് നമ്മുടെ ബാലൻസ് ഷീറ്റിൽ നമ്മുടെ അസറ്റായി മാറേണ്ട ഒരു ഐറ്റം ആണ്. ദെൻ അതിന്റെ ബാലൻസ്. ദെൻ ഹിയർ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് ക്യാഷ് ഉണ്ട്, ബാങ്ക് ഉണ്ട്. ദെൻ സബ്സ്ക്രിപ്ഷൻ എന്ന് വെച്ചാൽ ഈ ഒരു ക്ലബിന്റെ അതിന്റെ റണ്ണിങ് എല്ലാം സബ്സ്ക്രിപ്ഷൻ ബേസിലായിരിക്കും. അപ്പോൾ 3,53,900 രൂപ സബ്സ്ക്രിപ്ഷനായി വേണ്ടിയിട്ട്. ദെൻ ഹിയർ ഇറ്റ് ഈസ് ഡൊണേഷൻ.
donations 60,000, then entrance fee 24,200, then locker rent 8,500. അപ്പോൾ ഇതിൽ ഈ സൈഡിൽ കാണുന്നതെല്ലാം നമുക്ക് വരുമാനങ്ങളാണ് പൊതുവെ റെസീപ്റ്റ് സൈഡിൽ. ദെൻ പേയ്മെന്റ് സൈഡിൽ നമ്മൾ നടത്തുന്ന ചില എക്സ്പെൻസസ് അത് നമ്മൾ റെക്കോർഡ് ചെയ്യും ചെയ്യും. അഡീഷണൽ ഇൻഫർമേഷൻ, സബ്സ്ക്രിപ്ഷൻസ് ഔട്ട്സ്റ്റാൻഡിങ് 2018-19 എമൗണ്ടഡ് 26,000. അപ്പൊ ഈ വർഷം നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള എമൗണ്ടിൽ 26,000 രൂപ നമുക്ക് കിട്ടിയിട്ടില്ല. ദെൻ സാലറി ഔട്ട്സ്റ്റാൻഡിങ് ഫോർ ദ ഇയർ എമൗണ്ടഡ് 8,000. ഈ വർഷം നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള 8,000 രൂപ നമ്മൾ കൊടുത്തിട്ടില്ല. അപ്പൊ ഇതെല്ലാം നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ട ഐറ്റംസ് ആണെന്ന് മനസ്സിലാക്കുക. ദെൻ എൻട്രൻസ് ഫീസ് ആൻഡ് ഡൊണേഷൻ ഷുഡ് ബി ക്യാപിറ്റലൈസ്ഡ്. അപ്പൊ എൻട്രൻസ് ഫീയും ഡൊണേഷനും നമുക്ക് ഇവിടെ ഒരു റെസീറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇൻകം ആയിട്ടല്ല കൺസിഡർ ചെയ്യേണ്ടത്, അത് നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യണം. എന്ന് വെച്ചാൽ ബാലൻസ് ഷീറ്റിൽ അസറ്റ് ആയിട്ട് നമ്മളിത് കാണിക്കണം. സോറി ബാലൻസ് ഷീറ്റിൽ നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലയബിലിറ്റി സൈഡിൽ കാണിക്കേണ്ട ഐറ്റംസ് ആണ് എൻട്രൻസ് ഫീ, ഡൊണേഷൻ. Then the stock of stationery as on 31/3/2019 is valued at 800. സ്റ്റേഷനറി ഇവിടെ നമുക്കറിയാം സ്റ്റേഷനറി ഈ വർഷം നമ്മൾ പേ ചെയ്തിട്ടുള്ളത് 9,320 ആണ്. പക്ഷെ പീരീഡിന്റെ എൻഡിൽ ഇത്രയും ബാക്കിയുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് ഈ പീരീഡിലേക്ക് ഇത്രയും കൂടി കുറച്ചിട്ടുള്ള എമൗണ്ടേ നമ്മൾ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. ഈ 800 അടുത്ത പീരീഡിലേക്കുള്ള സ്റ്റേഷനറിക്ക് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. Then depreciation is to be charged at 10% on sports equipments. ഇവിടെ സ്പോർട്സ് എക്യുപ്മെന്റ്സ് നമുക്കറിയാം ഇവിടെ പറയുന്നുണ്ട് 10% സ്പോർട്സ് എക്യുപ്മെന്റ്സിൽ ഡിപ്രീസിയേഷൻ കാണിക്കണം. Then on 1st April 2018, other balances were as under: land and building 1,20,000, sports equipments 18,000. അപ്പോൾ ഇവിടെ ഈ 10% ഈ 18,000 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. Then library books 10,000. Prepare income and expenditure account for the year ended 31st March 2019 and balance sheet as on the date. അപ്പോൾ ഇനി ഈ പീരീഡിലേക്കുള്ള ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, നമുക്കത് കാണാം. അപ്പോൾ ആദ്യം നമ്മൾ ക്യാപിറ്റൽ എംപ്ലോയിഡ് എത്രയാണെന്ന് കണ്ടെത്തുന്നത്. അതായത് നമ്മൾ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് നമ്മൾ കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആവുമ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ക്യാപിറ്റൽ എംപ്ലോയിഡ് കണ്ടെത്തുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ്ലി വി ഹാവ് ടു പ്രിപ്പയർ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ്. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അതിന് നമുക്ക് തന്നിട്ടുള്ള ഐറ്റംസ് ഇവിടെ 1st April 2018 ഉള്ള ഐറ്റംസ് നമുക്കറിയാം. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഇവിടെ അസറ്റ് സൈഡ്, ഇവിടെ ലയബിലിറ്റി രണ്ട് സൈഡിൽ. ഇവിടെ നമ്മളപ്പോ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 1,20,000. Land and building 1,20,000. Sports equipment 18,000. Then library book 10,000. ഇവിടെ നമുക്ക് റെസിറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ ഓപ്പണിംഗ് ബാലൻസ് വന്നിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ വർഷത്തിന്റെ ക്ലോസിംഗ് ബാലൻസ് ആയിട്ടുള്ള ക്യാഷും ബാങ്കും കൂടെ ഉണ്ട്. അത് നമ്മളിവിടെ എൻ്റർ ചെയ്യാം. ക്യാഷ് 7,300, ബാങ്ക് 14,400. യെസ്. അപ്പൊ ഇത്രയും എമൗണ്ട് നമ്മൾ ആഡ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് ഇവിടെ ക്യാപിറ്റൽ എംപ്ലോയിഡ്, ക്യാപിറ്റൽ ഫണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. So let's look into the value. 1,20,000 plus 1,18,000, 1,38,000 plus 1,48,000, 2,18,000, and 20. This is 1,69,700. 1,69,700. ആ value ആണ് ഇവിടെ ഉള്ളത്. So this is the capital fund. ഇനി ഈ ക്യാപിറ്റൽ ഫണ്ട് നമ്മൾ
അടുത്ത ബാലൻസ് ഷീറ്റിലേക്ക് യൂസ് ചെയ്യും. ഇനിവേ ഈ വാല്യൂ നമ്മൾ കണ്ടെത്തുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലേക്ക് ഇനി സർപ്ലസ് കൂടെ ആഡ് ചെയ്തിട്ട് അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് കുറച്ചും കൂടി എടുത്തിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യും. Then next item is income and expenditure account. Income and expenditure account. ഇത് നമ്മൾ നോക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഫസ്റ്റ് തന്നെ ഇത് ഇൻകം സൈഡ് ഈ റൈറ്റ് സൈഡിൽ വരും. ഇൻകം എമൗണ്ട് ഇവിടെ expenditure amount. First item subscription. Subscription നമുക്ക് 35,390 പ്ലസ് നമ്മളിവിടെ ക്വസ്റ്റ്യൻ നമ്മോട് പറഞ്ഞിട്ടുണ്ട് 26,000 ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇതിന്റെ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 36,990. ദെൻ മറ്റൊരു ഇൻകം എന്ന് പറയാനുള്ളത് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ സബ്സ്ക്രിപ്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ ഈ റെസിപ്റ്റ് സൈഡിൽ ഡൊണേഷനും എൻട്രൻസ് ഫീ ആണ്. ഇത് രണ്ടും ക്യാപിറ്റലൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ അത് നമ്മൾ ബാലൻസ് ഷീറ്റിൽ എടുക്കുള്ളൂ. അടുത്ത് ഇവിടെ ലോക്കർ റെന്റ് ഉണ്ട് 8,500. സോ ലോക്കർ റെന്റ് 8,500. ഇനി ഇവിടെ സാലറി എക്സ്പെൻഡിച്ചർ സൈഡിൽ സാലറി ഓൾറെഡി ഉള്ളത് നമുക്കറിയാം 88,000 ആണ്. 88,000 പ്ലസ് 8,000 നമ്മൾ കൊടുക്കാനുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. So that will become 96,000. Then stationery ഒരു എക്സ്പെൻസ് ആണ്. സ്റ്റേഷനറി 9,320 ആണ് നമ്മൾ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. പക്ഷേ പറയുന്നത് -800 ഇത് ക്ലോസിംഗ് ബാലൻസ് ആണ്. അപ്പൊ അത് അടുത്ത വർഷത്തേക്ക് ആയിരിക്കും. ഈ വർഷം നമുക്ക് വന്നിട്ടുള്ളത് 8,520. Then sports expenses. Sports expenses 96,100. Then electricity 30. Then rent 7,600. Then entertainment expenses 1,600. Then depreciation on sports equipment. Depreciation of sports equipment 1,800. So ഇത്രയും ഐറ്റംസ് ആണുള്ളത്. ഇത് നമ്മൾ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് സൈഡിലും കിട്ടുന്നത് ഇവിടെ അസറ്റ് സൈഡിൽ ഇൻകം സൈഡിൽ നമുക്ക് കിട്ടുന്നത് 3,88,400 ആണ്. 3,88,400 rupees. അത് ഇവിടെ നമ്മൾ ഇവിടെ ഈ സൈഡിൽ 3,88,400 ചെയ്യുന്നു. എന്നിട്ട് ബാക്കി വരുന്നതാണ് സർപ്ലസ്. അപ്പൊ ഇവിടെയുള്ള ഈ ടോട്ടൽ നമ്മൾ ആഡ് ചെയ്തിട്ട് ഇതിൽ നിന്ന് ആ ടോട്ടലിനെ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 1,72,400. അപ്പൊ ഈ 1,72,400 ആണ് സർപ്ലസ് ആയിട്ട് ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതായത് ഈ ഒരു വർഷത്തെ ട്രാൻസാക്ഷനിൽ ആ ബിസിനസിന് സർപ്ലസ് ആയി വന്നിട്ടുള്ളത് 1,72,400 ആണ്. ഈ എമൗണ്ട് നെക്സ്റ്റ് ഇയറിലേക്ക് അവർ യൂട്ടിലൈസ് ചെയ്യാൻ ചെയ്യാം. അപ്പൊ അത് അടുത്ത വർഷത്തേക്കുള്ള ഫണ്ടായിട്ട് നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ടത്. ഇനി ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31/3/2019. മറ്റേത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ആയിരുന്നു ആദ്യം നമ്മൾ കണ്ടത്. ഇത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ആയിരുന്നു. നൗ ഇറ്റ് ഈസ് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ്. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് നമ്മൾ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ ക്ലോസിംഗ് ക്യാഷ് ക്ലോസിംഗ് ബാങ്ക് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അത് ഇവിടെ നമ്മൾ കാണിക്കണം. ക്യാഷ് വാല്യൂ ആയിട്ട് ഇത് അസറ്റ് സൈഡ് ആണ്. ക്യാഷ് ആയിട്ട് 9,300.
ബാങ്കിന്റെ വാല്യൂ 42,000. അത് നമ്മൾ ക്വസ്റ്റ്യൻ നോക്കിയാൽ കാണാം. ദെൻ സബ്സ്ക്രിപ്ഷൻ, അടുത്ത വർഷത്തേക്കുള്ള നമ്മുടെ സബ്സ്ക്രിപ്ഷൻ അല്ലെങ്കിൽ നമുക്ക് കിട്ടാനുള്ള ഈ വർഷം നമുക്ക് കിട്ടാനുള്ള സബ്സ്ക്രിപ്ഷൻ കിട്ടാത്തത് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ അത് 26,000. ദെൻ സ്റ്റേഷനറി 800 രൂപയുടെ സ്റ്റേഷനറി ബാക്കിയുണ്ട്, അത് അടുത്ത വർഷത്തേക്കുള്ള അസറ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ദെൻ ഇൻവെസ്റ്റ്മെന്റ്, നമ്മൾ റെസിറ്റ് ആൻഡ് പേയ്മെന്റിൽ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് 2,10,000 രൂപ നമ്മൾ അവിടെ പേയ്മെന്റിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് നമ്മുടെ അസറ്റായി മാറുകയാണ് ചെയ്യുന്നത്. ദെൻ സ്പോർട്സ് എക്യുപ്മെന്റ്സ്, സ്പോർട്സ് എക്യുപ്മെന്റ്സ് 18,000-ൻ്റെതാണ്. അതിന് 10% ഡിപ്രീസിയേഷൻ നമ്മൾ കാണിക്കണം. അങ്ങനെ അതിന്റെ വാല്യൂ 16,200 ഉണ്ടാവും. ദെൻ ലൈബ്രറി ബുക്സ്, ഇത് കഴിഞ്ഞ ബാലൻസ് ഷീറ്റ് നമ്മൾ എടുക്കുന്നു 10,000. ദെൻ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 1,20,000. ഇത്രയാണ് നമ്മുടെ അസറ്റ് ഉള്ളത്. ഇത് നമ്മൾ ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ 4,34,300 ആണ് നമുക്ക് കിട്ടുന്ന വാല്യൂ. ഇനി നമ്മൾ ലയബിലിറ്റീസ് ആയിട്ടുള്ള ഓരോ ഐറ്റംസ് നോക്കാം. ലയബിലിറ്റീസ് ആയിട്ട് ഇപ്പൊ ആദ്യം നമ്മൾ സാലറി ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുണ്ട്, കൊടുക്കേണ്ട ഒരു സാലറി നമ്മൾ കൊടുക്കാത്തതുണ്ട് 8,000 rupees, അത് നമ്മുടെ ലയബിലിറ്റി ആണ്. ദെൻ ക്യാപിറ്റൽ ഫണ്ട് നമ്മൾ ആദ്യത്തെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ നമ്മൾ കണ്ടെത്തിയിരുന്നു, ദാറ്റ് ഈസ് 1,69,700. അത് നമ്മളിവിടെ എഴുതുന്നു 1,69,700 ഇന്നർ കോളത്തിൽ എഴുതിയിട്ട് അതിലേക്ക് നമ്മൾ സർപ്ലസ് ആഡ് ചെയ്യണം. സർപ്ലസ് എന്ന് പറഞ്ഞാൽ ഇതാ ഇവിടെ നമ്മൾ 1,72,400 നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 34 ഇത്രയാണ്. ദെൻ ഇതിലേക്ക് നമ്മൾ എൻട്രൻസ് ഫീസ് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറഞ്ഞിരുന്നു, അതായത് 24,200 ആണ് അതിന്റെ വാല്യൂ. അതുപോലെ ഡൊണേഷൻസ് 60,000. ഇതെല്ലാം കൂട്ടുമ്പോൾ അതിന്റെ വാല്യൂ അത് നോക്കാം 4,26,300 നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഈ ക്യാപിറ്റൽ ഫണ്ടായിട്ട്. ദെൻ ദിസ് വിൽ ബി ആഡഡ് വിത്ത് ദിസ് 8,000. സോ ഇത് നമ്മൾ ഔട്ടർ കോളത്തിലേക്ക് എടുക്കുകയാണെങ്കിൽ 4,26,300. അപ്പോൾ നമുക്ക് ഇതിന്റെ ടോട്ടൽ വാല്യൂ കിട്ടുന്നത് 4,34,300. സോ ഇവിടെ അസറ്റ് സൈഡും ലയബിലിറ്റി സൈഡും നമുക്ക് ഈക്വൽ ആയിട്ട് നമുക്ക് ഒന്നുകൂടി നോക്കാം. ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അതിന്റെ വാല്യൂ, അതുപോലെ സ്പോർട്സ് എക്യുപ്മെന്റ്സ്, ലൈബ്രറി ബുക്സ്, ക്യാഷ്, ബാങ്ക്, ഇതെല്ലാം ഗിവൺ ആണ്, തന്നിട്ടുണ്ട്. ഇതിന്റെ ബേസിലാണ് ക്യാപിറ്റൽ ഫണ്ട് കണ്ടെത്തുന്നത്. ദെൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ സബ്സ്ക്രിപ്ഷന്റെ വാല്യൂ നമ്മൾ കിട്ടിയ എമൗണ്ടും ദെൻ കിട്ടാത്ത എമൗണ്ടും കൂടി ആഡ് ചെയ്തിട്ട് 33,79,900 കിട്ടുന്നു. ദെൻ ലോക്കർ റെന്റായിട്ട് 8,500 കിട്ടും. ഇവിടെ സാലറിയിൽ 8,000 നമ്മൾ കൊടുത്തിട്ടില്ല, 88,000 ഓൾറെഡി കൊടുത്തു. അങ്ങനെ ടോട്ടൽ സാലറി എന്ന് പറഞ്ഞാൽ 96,000 ഉണ്ട്. ദെൻ പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി അപ്പോൾ 800 അവിടെ ബാക്കിയുണ്ട്, അപ്പൊ അത് മൈനസ് ചെയ്തിട്ട് 8,520. ദെൻ സ്പോർട്സ് എക്സ്പെൻസസ് 9,600. ഇതൊക്കെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതാണ്. ഇലക്ട്രിസിറ്റി, റെന്റ്, എന്റർടൈൻമെന്റ് എക്സ്പെൻസസ്, ദെൻ ഡിപ്രീസിയേഷൻ ഓൺ സ്പോർട്സ് എക്യുപ്മെന്റ്സ്, അതായത് 18,000 ആണ് അതിന്റെ വാല്യൂ. അപ്പോൾ 18,000-ന്റെ 10% അത് ഇവിടെ നമ്മൾ എക്സ്പെൻഡിച്ചർ ആയിട്ട് കാണിക്കുന്നു. ദെൻ സർപ്ലസ്, ഇതിന്റെ എല്ലാം സർപ്ലസ് 1,72,400 ഇതാണ് അതിന്റെ വാല്യൂ നമുക്ക് വരുന്നത്. സോറി 420 ആയിരിക്കും ഇതിന്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത്. 1,72,400 ഇതാണ് അതിന്റെ വാല്യൂ വരുന്നത്. സോ ദിസ് ഈസ് ദ സർപ്ലസ്. അത് ഇനി അടുത്ത നമ്മുടെ ബാലൻസ് ഷീറ്റിലേക്ക് നമ്മൾ ഉൾക്കൊള്ളിക്കേണ്ടത്. സോ ബാലൻസ് ഷീറ്റിൽ ക്യാഷ് ഇൻ ഹാൻഡ് നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ബാലൻസ് ഷീറ്റിന്റെ ക്ലോസിംഗ് ക്യാഷ്, അതുപോലെ ക്ലോസിംഗ് ബാങ്ക്, സബ്സ്ക്രിപ്ഷനിൽ നമുക്ക് അഡ്ജസ്റ്റ്മെന്റിൽ പറഞ്ഞിട്ടുള്ള ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ, സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി അതും അഡ്ജസ്റ്റ്മെന്റിൽ പറഞ്ഞിട്ടുണ്ട്. ഇൻവെസ്റ്റ്മെന്റ്, റെസിറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ പേയ്മെന്റ്സിൽ കാണിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ്. ദെൻ സ്പോർട്സ് എക്യുപ്മെന്റ്സ്, അത് അഡ്ജസ്റ്റ്മെന്റ്സിൽ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഇത്രയാണ് സ്പോർട്സ് എക്യുപ്മെന്റ്സ്, അതിന്റെ ഡിപ്രീസിയേഷൻ പറഞ്ഞിട്ടുണ്ട്. സോ റിമൈനിങ് എമൗണ്ട്. ദെൻ ലൈബ്രറി ബുക്സ്, ദെൻ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. ദെൻ again
സാലറി ഔട്ട്സ്റ്റാൻഡിങ് 8,000. ഇത് നമുക്കൊരു ലയബിലിറ്റി ആയതുകൊണ്ടാണ്, കറണ്ട് ലയബിലിറ്റി ആണ്. സോ ഇറ്റ് ഇസ് ഷോൺ ഹിയർ. ദെൻ ക്യാപിറ്റൽ ഫണ്ട്, നമ്മൾ ആ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ നമുക്ക് കിട്ടിയിട്ടുള്ള 1,69,700 പ്ലസ് നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലെ സർപ്ലസ്, ഇതിനെന്താ ആഡ് ചെയ്ത് എമൗണ്ട് കിട്ടുന്നു. അതിലേക്ക് എൻട്രൻസ് ഫീസും ഡൊണേഷനും നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 4,26,300 കിട്ടും. വെൻ വി ആഡ് ബോത്ത് ഓഫ് ദീസ് വി ഗെറ്റ് 4,34,300. സോ ഇത്രയാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ചെയ്യാനുള്ളത്. Then the last question. Manu and Manoj are partners who share profit in the ratio of 2:1. Following is the balance sheet as on 31st March 2018. Any അവരുടെ ഓപ്പണിംഗ് ബാലൻസ് നമുക്ക് കാണിച്ചിട്ടുണ്ട്. 31 March 2018 എൻഡ് ചെയ്യുന്ന അവരുടെ ബാലൻസ് ഷീറ്റ് നമുക്ക് കാണിച്ചിട്ടുണ്ട്. സോ അസറ്റ് നമുക്ക് നോക്കാം. ക്യാഷ് അറ്റ് ബാങ്ക്, സ്റ്റോക്ക്, ഡെറ്റേഴ്സ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ഫർണിച്ചർ. ദെൻ ക്രെഡിറ്റേഴ്സിൽ 48,000. Then general reserve, then capital. ഇവരുടെ profit sharing ratio is important, that is 2:1. On a dispute between the partners, they decided to dissolve the firm in the following terms. അപ്പോൾ അവരത് ക്ലോസ് ചെയ്യാൻ പോകും, ഡിസോൾവ് ചെയ്യാൻ പോകണം. സോ അപ്പോൾ അവര് കണ്ടെത്തിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് ഡിസ്കസ് ചെയ്യുന്നു. അങ്ങനെ റിയലൈസേഷൻ എക്സ്പെൻസസ് എമൗണ്ടഡ് 4,000. ഡെറ്റേഴ്സ് റിയലൈസ്ഡ് അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് 5%. അപ്പോൾ ഇവിടെ ഈ ഡെറ്റേഴ്സിന്റെ വാല്യൂ 5% വെച്ച് കുറയും. ദെൻ സ്റ്റോക്ക് റിയലൈസ്ഡ് അറ്റ് 50,000. ഇവിടെ ഉണ്ടായിരുന്ന സ്റ്റോക്ക് 60 ആണ്, അത് 50 ആയിട്ട് കുറയുന്നു. ദെൻ ഫിക്സ്ഡ് അസറ്റ് റിയലൈസ്ഡ്, ലാൻഡ് 1,40,000, ഫർണിച്ചർ 18,000. Then there was an unrecorded asset of 5,000 which was taken over by money. Creditors are paid in full. അപ്പോൾ ക്രെഡിറ്റേഴ്സിന്റെ വാല്യൂ ഇവിടെ 48,000 ആണ്. ആ 48,000 ഫുൾ ആയിട്ട് പ്രിപ്പയർ നെസസറി ലെഡ്ജർ അക്കൗണ്ട്സ് ടു ക്ലോസ് ദ ബുക്സ് ഓഫ് ദ ഫോർ. ഇവിടെ നെസസറി ബുക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ റിയലൈസേഷൻ അക്കൗണ്ട് ആണ്. റിയലൈസേഷൻ അക്കൗണ്ട് നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്യണം. അതിനുശേഷം റിയലൈസേഷൻ അക്കൗണ്ട്, ദെൻ ക്യാപിറ്റൽ അക്കൗണ്ട്, ദെൻ ക്യാഷ് അക്കൗണ്ട്. ഈ 3 അക്കൗണ്ടാണ് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യണം. നമുക്ക് ആദ്യം റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ റിയലൈസേഷൻ അക്കൗണ്ട്. ഇവിടെ അതിന്റെ ക്രെഡിറ്റ് സൈഡ് ഉണ്ട്, ഇത് ഡെബിറ്റ് സൈഡ്. നമുക്ക് ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ ആദ്യം ബാലൻസ് ഷീറ്റിൽ നമുക്ക് തന്നിട്ടുള്ള ഐറ്റംസിനെ നമ്മൾ എഴുതിയെടുക്കണം. അപ്പൊ ഇവിടെ സ്റ്റോക്ക് വെച്ച് നമ്മൾ തുടങ്ങും. സ്റ്റോക്ക് അതിന്റെ വാല്യൂ 60,000. ദെൻ ഡെറ്റേഴ്സ് അതിന്റെ വാല്യൂ 78,000. ദെൻ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഇതിൽ തന്നിട്ടുള്ള വാല്യൂ 1 lakh. ദെൻ ഫർണിച്ചർ 20,000. ഇനി ഇവിടെ ക്രെഡിറ്റേഴ്സ് എന്നുള്ളതിൽ ലയബിലിറ്റി ആയിട്ട് നമുക്ക് എന്നുള്ളത് ക്രെഡിറ്റേഴ്സ്, അതിന് മുന്നിൽ 48,000 ആണ് തന്നിട്ടുള്ളത്. ഇനി ഇതിന് നമ്മൾ ഡീൽ ചെയ്യണം. ഡീൽ ചെയ്യുന്ന രീതി നമ്മോട് പറയുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ ഓരോന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂസ് നമ്മൾ അതിനെ എടുക്കാം. അപ്പോൾ ഇവിടെ സ്റ്റോക്കിന് നമുക്ക് 50,000 ആണ് കിട്ടിയതായിട്ട് പറയുന്നത്. സ്റ്റോക്ക് റിയലൈസ്ഡ് അറ്റ് 50,000. സോ സ്റ്റോക്ക് ഇപ്പുറത്തെ 60,000 ഉണ്ടെങ്കിലും നമുക്കിവിടെ ക്യാഷ് വരുന്നത്, സ്റ്റോക്കിന്റെ പേരിൽ ക്യാഷ് വന്നത് 50,000 ആണ്. ഇവിടെ നമുക്ക് അകത്തെഴുതാം 50,000. Then debtors എന്ന് പറഞ്ഞാൽ ഇതിന്റെ വാല്യൂ ഒരു 5% കണ്ട് കുറയുന്നുണ്ട്. എന്ന് വെച്ചാൽ 78 അതിന്റെ 39. അപ്പോൾ 3,900 ഇതിന്റെ വാല്യൂ കുറയുന്നുണ്ട്. സോ ദ ബാലൻസ് വിൽ ബി 74,100. ഇവിടെ ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ക്യാഷ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ക്യാഷ് ആണ് 74,100 നമുക്ക് കിട്ടുന്നത്. Then land and building, again we are getting cash for land and building. Land and building value 1 lakh ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 1,40,000 ആണ്. Then furniture, again cash for furniture 20,000 ഉള്ളത് നമുക്ക് 18,000 കിട്ടുന്നുള്ളൂ.
Okay, so the total value is ഇത് നമ്മളെല്ലാം കൂടി ആഡ് ചെയ്തു 2,82,100 rupees. 82,100 ഇത്രയും എമൗണ്ട് നമുക്കിത് കിട്ടുന്നുണ്ട്. ഇനി ഇവിടെ നമ്മൾ ക്യാഷ് കൊടുക്കുന്നത് ഫോർ ക്രെഡിറ്റേഴ്സ്, അത് ഫുൾ എമൗണ്ട് നമ്മൾ സെറ്റിൽ ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെയും ക്യാഷ് കൊടുക്കുന്നുണ്ട് റിയലൈസേഷൻ എക്സ്പെൻസസ് ആയി, അത് 4,000 rupees. ദെൻ ഇവിടെ ഒരു അസറ്റ് 5,000 ഒരു അൺഐഡന്റിഫൈഡ് അസറ്റ് ഉണ്ട്, അത് നമ്മൾ മനുവിന്റെ ക്യാപിറ്റലിലേക്കാണ് കൊടുക്കുന്നത്. അസറ്റ് അതിന്റെ എമൗണ്ട് 5,000. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാനുള്ളത്. ഇനി ഇത് നമ്മളൊന്ന് ബാലൻസ് ചെയ്യാൻ നോക്കാം. So this will become 53, 33. Calculator use ചെയ്ത് മനസ്സിലാവും 3,35,100. ഇവിടെ നമുക്ക് 3,35,100. ഇനി ഇതിന്റെ ബാലൻസ് നമ്മൾ ഈ വാല്യൂന്റെയും അതുപോലെ ഈ റിയലൈസേഷന്റെ ടോട്ടൽ മറ്റുള്ള എമൗണ്ടിന്റെയും കൂടി ഡിഫറൻസ് നമ്മൾ എടുക്കുമ്പോൾ ദാറ്റ് കംസ് അറൗണ്ട് 25,100. ഇത്രയാണ് ബാലൻസ് ഉള്ളത്. എന്ന് വെച്ചാൽ ഇത് റിയലൈസേഷൻ പ്രോഫിറ്റ് ആണ്. ഇവിടെ റിയലൈസേഷൻ പ്രോഫിറ്റ് വന്നത് 25,100 ആണ്. And this will be divided among the partners. Capital. It is for Manu and Manoj. Manu it is 16,733, and for Manoj it is 8,367. അങ്ങനെ ഈ വാല്യൂയിലേക്ക് നമ്മൾ അവരുടെ 2:1 എന്നുള്ള റേഷ്യോയിൽ നമ്മളത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് അബൌട്ട് റിയലൈസേഷൻ അക്കൗണ്ട്. ഇനി നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തതിനു ശേഷം നമ്മൾ ഇനി പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഈസ് മെയ്ഡ്. സോ ക്യാപിറ്റൽ അക്കൗണ്ട് ഫോർ ദ പാർട്ട്നേഴ്സ്, ക്രെഡിറ്റ് സൈഡ്. So we are getting the particulars, then Manu and Manu. Particulars. So balance brought down. നമ്മൾ ഇവർക്ക് ബാലൻസ് ഷീറ്റ് ഉള്ളത് ബാലൻസ് ബ്രോട്ട് ഡൗൺ നമുക്ക് ഇവിടെ അറിയാം. 1,40,080, 1,40,000 and 80,000. Then general reserve പൈസ ഉണ്ട് 30,000 ഉണ്ട്. അത് നമ്മൾ 2:1 ഡിവൈഡ് ചെയ്തത്. So that will become 20,000 for Manu and 10,000 for Manoj. Then ഇവിടെ റിയലൈസേഷൻ പ്രോഫിറ്റ് നമുക്ക് ഉണ്ടായിരുന്നു. അത് 16,733 for Manu and 8,367 for Manoj. Then ഇവിടെ റിയലൈസേഷന്റെ സമയത്ത് കുറച്ച് അസറ്റ് മനു എടുത്തിട്ടുണ്ട്. റിയലൈസേഷൻ അത് 5,000 rupeesന്റെ അസറ്റ് മനുവിന് നമുക്ക് കൊടുത്തിട്ടുണ്ട്. സോ ഇനി നമ്മൾ ഇത് ബാലൻസ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ദിസ് വിൽ ബിക്കം 90,000, 98,367. So here also it will become 98,367 for Manoj, and here it will become 1,40,000, 1,60,000, 70,000, 76,733, 1,76,733. ഈ എമൗണ്ട് രണ്ട് സൈഡിൽ നമ്മൾ കണ്ടു. സോ ഇനി ഇതിന്റെ ബാക്കി വരുന്നത് ഇത് നമ്മൾ സെറ്റിൽ ചെയ്യുന്നത് ഇവർക്ക് ഈ രണ്ട് മെമ്പേഴ്സിനും നമ്മൾ കൊടുക്കുന്നത് ക്യാഷ് ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ ഈ ബാലൻസ് നമ്മൾ പറയുന്നത് 17,1,733. ഇത്ര 6 ആ ഒരു 5,000 ലെസ് ചെയ്യുമ്പോൾ 17,1,733.
And for Manoj, the entire amount will be given. That means 98,367. ഇവിടെ asset എടുത്തുകൊണ്ടാണ് ഇതിൽ കുറച്ച് കുറഞ്ഞത് ഇയാൾക്ക്. So this is the capital account. ഇനി നമ്മൾ ലാസ്റ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ളത് ക്യാഷ് അക്കൗണ്ട് ആണ്. എങ്ങനെയാണ് നമ്മളിത് ഇതിന്റെ ഈ റിയലൈസേഷന്റെ സമയത്തും അതുപോലെ പാർട്ട്നേഴ്സ് നമ്മൾ സെറ്റിൽ ചെയ്യുന്നതിലൊക്കെ ക്യാഷ് അക്കൗണ്ട് എങ്ങനെയാണ് നമ്മൾ അല്ലെങ്കിൽ ക്യാഷിനെ എങ്ങനെയാണ് നമ്മൾ ഡീൽ ചെയ്ത് കാണിക്കുന്നത്. So this is debit side and the other one is credit side. So particulars amount, so let's see. ആദ്യം നമ്മളിത് ഓപ്പണിംഗ് ബാലൻസ് പറയുന്നത് ക്യാഷ് ആൻഡ് ബാങ്ക് നമ്മുടെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ നമുക്ക് കാണിക്കുന്നത് balance that is 40,000. It is given in the question. Okay, 40,000. Then realization or asset നമ്മൾ realization account see ഇവിടെ realization account ഇതെല്ലാം cash deal ചെയ്താണ് cash the total value 2,82,100. So it is given here 2,82,100. Then ഇവിടെ realization നമ്മൾ creditors in settle ചെയ്യുന്നത് cash കൊടുത്തിട്ടാണ്. So again realization 48,000 cash കൊടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. Then realization expenses ഇവിടെ ഇതെല്ലാം asset ആണ്, ഇത് creditors pay expenses 4,000. Then മനുവിന് നമ്മൾ കൊടുക്കുന്നത് മനുവിന്റെ ക്യാപിറ്റൽ നമ്മൾ ഇവിടെ 1,71,733 1,71,733 and for the other person Manoj that is 98,367. Okay, so the total value will become 700. ഇങ്ങനെയാണുള്ളത് ഉള്ളത്. അപ്പൊ ക്യാഷ് അക്കൗണ്ട് ഇവിടെ നമ്മൾ ഫുൾ ആക്കാൻ ചെയ്യണം. സോ നമുക്ക് ഈ ഒരു ചെയ്തത് ഒന്നും കൂടി ഒന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു പ്രിപ്പയർ ദ റിയലൈസേഷൻ അക്കൗണ്ട്. അപ്പൊ ആദ്യം നമ്മൾ എത്രയാണോ ക്രെഡിറ്റേഴ്സിന്റെ വാല്യൂ ആദ്യം അസറ്റിന് എടുക്കുകയാണെങ്കിൽ സ്റ്റോക്കിന്റെ വാല്യൂ എത്രയാണോ അത് കൊടുക്കുന്നു. ദെൻ ഡെറ്റേഴ്സ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ദെൻ ഫർണിച്ചർ. ഇവിടെ നമ്മൾ ക്രെഡിറ്റേഴ്സിന്റെ വാല്യൂ എത്രയാണോ അത് കൊടുക്കുന്നു. ദെൻ അസറ്റ് നമ്മൾ എങ്ങനെ സെറ്റിൽ ചെയ്യുന്നു, ക്യാഷ് കൊടുത്ത് നമ്മൾ സെറ്റിൽ ചെയ്യുന്നു. ഇവിടെ അല്ലെങ്കിൽ ക്യാഷ് വാങ്ങിയിട്ട് അസറ്റ് വിറ്റിട്ട് ക്യാഷ് നമുക്ക് കിട്ടുന്നു. ഇവിടെ ലയബിലിറ്റീസ് നമ്മൾ ക്യാഷ് കൊടുത്ത് സെറ്റിൽ ചെയ്യുന്നു. അതുപോലെ റിയലൈസേഷൻ എക്സ്പെൻസ് സെറ്റിൽ ചെയ്യുന്നു. ദെൻ മനുവിന് നമ്മൾ റിയലൈസേഷന്റെ ഭാഗമായിട്ട് അസറ്റ് കുറച്ച് കൊടുക്കുന്നു, 5,000 അസറ്റ് അതുകൂടെ റെക്കോർഡ് ചെയ്യുന്നു. സോ റിയലൈസേഷൻ പ്രോഫിറ്റ് ഉണ്ട് 25,100. ഇത് നമ്മൾ അവരുടെ 2:1 റേഷ്യോയിൽ നമ്മൾ അവർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. So that's about a realization account. Then comes the partner's capital account. Here or the balance brought down from the question on like 40/80. Then general reserve is the ratio 20:1, 20:10. Then here realization see 5,000. So then the balance of 1,71,733 and 98,367. ഇത്രയും അവർക്ക് ക്യാഷ് ആയിട്ട് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്, സെറ്റിൽ ചെയ്യുന്നത്. ദെൻ വി ആർ പ്രിപ്പയറിംഗ് ക്യാഷ് ബുക്ക്. ഇവിടെ റിയലൈസേഷൻ ക്രെഡിറ്റേഴ്സിന് 48,000. ദെൻ അസറ്റ് ആദ്യം ബാലൻസ് ആണ് 40,000. ദെൻ അസറ്റിന് 2,82,100 നമ്മൾ അസറ്റ് റിയലൈസ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ദെൻ ക്രെഡിറ്റേഴ്സിന് നമ്മൾ കൊടുത്ത് ഒഴിവാക്കിയപ്പോൾ 48,000 കൊടുത്തു. ദെൻ റിയലൈസേഷൻ എക്സ്പെൻസസ് 4,000. ദെൻ മനുവിന് ഈ രണ്ട് അമൗണ്ട്സും ഇവിടെ നമ്മൾ കാണുന്ന ഈ രണ്ട് അമൗണ്ട്സും ഇവിടെ നമ്മൾ
So 1,71,733 and 98,367. So total amount will become 3,22,100. Upon ഒരു ഡിസൊല്യൂഷന്റെ കേസസ് വരുമ്പോൾ ഫസ്റ്റ് റിയലൈസേഷൻ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം, ദെൻ ക്യാപിറ്റൽ അക്കൗണ്ട്, ദെൻ ക്യാഷ് അക്കൗണ്ട്. ഈ മൂന്ന് ബുക്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. സോ താങ്ക് യു.